അപ്പോൾ ഇന്ന് ഞാൻ വയലിലോട്ട് പോവുകയാണ്. വയലിൽ തോടൊക്കെ വൃത്തിയാക്കിയപ്പം കുറേ മീൻ കിടക്കണം കണ്ടെന്ന്, അതുകൊണ്ട് അത് പറക്കാൻ പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മീനെ പിടിക്കാൻ വേണ്ടി ബക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. ബക്കറ്റും കൊണ്ട് വയലിലോട്ട് പോവുകയാണ്. വയലെത്താറായിട്ടുണ്ട്. വയലിൽ ആ വഴി വരെ എത്തി. വയലിൽ തോടൊക്കെ വൃത്തിയാക്കി. അപ്പോഴാണ് മീനെ കണ്ടത്. അതുകൊണ്ടാണ് വൈകുന്നേരം മീനെ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത്. അതിൻ്റെ കൂട്ടത്തിൽ വാഴയ്ക്കും കൂടെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ കുളത്തിലാണ് കിടക്കണത്. തോട്ടിൽ കുഴിച്ച കുളമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു മീനെ കിട്ടിയിട്ടുണ്ട്. അതിനെ കുളത്തിൽ വിടാൻ പോവുകയാണ്. അതൊരു സിലോപ്പി കണക്കത്തൊരു മീനാണ്, പക്ഷേ അതിന് കുറേ മുള്ളുണ്ട്. സിലോപ്പി അല്ല, പക്ഷേ അതിനെ കുളത്തിലോട്ട് ഇടാൻ പോവുകയാണ്. അത് നമ്മൾ എടുക്കണില്ല. നമ്മളിതുവരെ കണ്ടിട്ടില്ല ഈ മീനെ, അതുകൊണ്ട് അതിനെ കുളത്തിൽ ഇടയാണ്. കാണിച്ചു തരാം അതിനെ. അതുകൊണ്ട് ഈ മീനാണ്. ഇതിനെ കുളത്തിലോട്ട് ഇടാൻ പോവുകയാണ്. കുളത്തിലോട്ടിട്ട് അത് പോയി. എനിക്കൊരു മീഡിയം സൈസ് ഒരു മുഷി കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്. എന്നാണ്ട് ഇതാണ് മുഷി. അതിനെ ഞാൻ വളർത്തെടുത്ത്. പിന്നെ ഞാൻ അതിനെയും കൊണ്ട് വീട്ടിൽ പോവുകയാണ്. കുറേ മീനെ പിടിച്ച് അത് ഞാൻ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. വീട്ടിലോട്ട് നടന്നു പോവുകയാണ്. സന്ധ്യയായി, അതുകൊണ്ടാണ് മതിയാക്കിയത്. ഇതിലാണ് എല്ലാ മീനും കിടക്കണത്. ഫ്രണ്ട്സ്, ഞാൻ മീനിനെ എൻ്റെ ചെറിയ മുഷിക്കുഞ്ഞുങ്ങളടങ്ങണ കുളത്തിലാക്കിയിട്ടുണ്ട്. ഇതാണ് മുഷി. അത്യാവശ്യം വലിപ്പമുണ്ട്. അതിനെ ഞാൻ വളർത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ബാക്കി മീനുകളെ കാണിച്ചു തരാം. ഇതാണ് ആ മീൻ. വരാലാണ്. വരാലും പിന്നെ മറ്റേ നേരത്തെ കുളത്തിൽ കളഞ്ഞ കണക്കത്തെ 2 മീനെ കിട്ടിയായിരുന്നു. അതും എടുത്തോണ്ട് വന്ന്. പിന്നെ കുറേ ചെറിയ മീനൊക്കെ ഉണ്ടായിരുന്നു. മീനെ പിടിച്ചൊരു പാത്രത്തിലോട്ടാക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അപ്പോൾ രണ്ടാമത് ഞാൻ പിടിച്ച് എല്ലാ മീനും കാണിച്ചു തരാം. അപ്പം എല്ലാ മീനും പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എല്ലാ മീനും ഒരു പാത്രത്തിലോട്ടാക്കി. ചരിവാണിത്.